നമുക്ക് നല്ല അടിപൊളി ഒരു വട്ടയപ്പം ആയാലോ. അത് തന്നെ കിണ്ണത്തപ്പം എന്നൊക്കെ പറയാറുണ്ട്. അതിനായി ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് റേഷൻ അരിയാണ്. റേഷൻ അരി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കുതിർന്ന് കിട്ടും. അത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റുക. ഇതിലേക്ക് തേങ്ങാ വെള്ളവും തിരുകി വെച്ചിരുന്ന തേങ്ങയും അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനാവശ്യമായ പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ പക്ഷേ ഇതിനകത്ത് ചോറിടുന്നതിൻ്റെ വീഡിയോ എനിക്ക് എവിടെ മിസ്സായി. പക്ഷേ ഇതിൽ നമുക്ക് ചോറും ചേർക്കണമേ. ചോറും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല തരികളൊന്നുമില്ലാത്ത രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി. ഇവിടെയൊക്കെ കപ്പി കാച്ചുക എന്നാണ് ഇതിനെ പറയുന്നത്. കപ്പി കാച്ചിയത് ഒന്ന് ഇളം ചൂട് മാറുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് തന്നെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് പേസ്റ്റ് പോലെ കപ്പി കാച്ചിയത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരുന്ന പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അത് നമുക്ക് പൊങ്ങാനായിട്ട് വെക്കാം. നന്നായിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാവ് പൊങ്ങി വന്നത് കാണാമേ. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിക്കുട്ടം വെച്ച് അതിലേക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ നല്ലോണം എണ്ണ തേക്കണം. നമുക്ക് പെട്ടെന്ന് കിണ്ണത്തപ്പം ഇളകി വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ മാവും കൂടെ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.